സകല മരിച്ചവരുടെയും ഓർമ്മ തിരുനാൾ. ഞാനും ഒരു നാൾ ഓർമ്മയാകുമെന്ന് ബോധിപ്പിക്കുന്ന ദിനം കൂടിയാണ് നവംബർ 2. ഓർമ്മ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഈശോ ഇപ്രകാരം പറയുന്നത്, ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന്. മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവ്വപിതാക്കളെ ഓർമ്മയോടുകൂടി, വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവരെ ഓർക്കാം. അതുകൊണ്ടാണ് കുരിശിൽ വലതുകള്ളൻ ഇപ്രകാരം ഈശോയോട് പ്രാർത്ഥിക്കുന്നത്, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്ന്. അഗസ്റ്റിനെ വിശുദ്ധ മോണിക്ക ഓർമ്മിപ്പിക്കുന്നത് തന്നെയാണ്, നീ ബലിപീഠത്തിലായിരിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന്. നമുക്ക് ഓർക്കാം മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവ്വപിതാക്കളെ. സഹന സഭയിലെ പ്രിയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഇന്നേ ദിവസം നമുക്കായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം ഇതുതന്നെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഓർമ്മകൾ പ്രാർത്ഥനകളാക്കണം, കാത്തിരിപ്പാവണം. ആ കാത്തിരിപ്പുകൾ നമ്മെ പുനരുദ്ധാനത്തിലേക്ക് നയിക്കുമെന്ന്. മർത്തായും മറിയവും കാത്തിരിക്കുകയാണ്, ഓർമ്മകളോടുകൂടി കാത്തിരിക്കുന്നു. അത് പ്രാർത്ഥനയാകുന്നു. അവിടെ പുനരുദ്ധാനം ഈശോയിലൂടെ നടക്കുകയാണ്. സ്നേഹമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചു എന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഒന്നിനോടും ഒരു സന്തോഷമില്ല, ഒരു സമാധാനമില്ല, കുടുംബങ്ങളിൽ ആകെ അസ്വസ്ഥത. ഒന്ന് ചിന്തിക്കണം, ക്രിസ്തു നമ്മുടെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ മർത്തയെ പോലെ ഈശോയെ കൂട്ടിക്കൊണ്ടുവരുവാൻ, വാതിൽ പടിയിൽ നമ്മെ കാത്തു നിൽക്കുന്ന ഈശോയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവരുവാൻ നമുക്കൊന്ന് പ്രയത്നിക്കാം. അവിടെയാണ് എന്റെ ജീവന്റെ ഉത്സവങ്ങൾ ആരംഭിക്കുന്നത്. മർത്ത ഈശോയെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മറിയം പതിവ് പോലെ ഭവനത്തിലായിരിക്കുന്നു. സങ്കടങ്ങളുടെ, ദുഃഖങ്ങളുടെ തോരാ കണ്ണീരുകൾ നമുക്കുണ്ടാകാം. എങ്കിലും ഈശോയുടെ പക്കലേക്ക് ഒന്ന് അടുത്ത് ചെല്ലാൻ, എന്റെ സങ്കടങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് എല്ലാം ഒന്ന് ഏറ്റുപറയാൻ മർത്ത പറയുന്നുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നുവെന്ന്. അതേ സ്നേഹമുള്ളവരെ, ഈശോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കുടുംബത്തിലുണ്ടെങ്കിൽ സന്തോഷവും സ്നേഹവും സമാധാനവും, പുതിയ ജീവന്റെ ഉത്സവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഒന്ന് കൂട്ടിക്കൊണ്ടുവരാം നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്. കല്ലറകളിൽ കാണുന്ന മെഴുകുതിരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആ ജീവിതം ഒരു പ്രകാശമായിരുന്നുവെന്ന്. ഇനി ആ ജീവിതം നിത്യമായ പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുമെന്നും. പൂക്കൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, മനോഹരമായിരുന്നുവെന്ന്. ആ ജീവിതം മനോഹരമായിരുന്നു, ഇനി നിത്യമനോഹരമായി തീരുവാൻ ഉള്ളതാണെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ചന്ദനത്തിരികൾ പറയാതെ പറയുന്നുണ്ട്, സുഗന്ധം പരത്തിയിരുന്നുവെന്ന്. ഇനി എന്റെ നാഥിനു വേണ്ടി ഞാൻ സുഗന്ധം പരത്തുമെന്നും ചന്ദനത്തിരികൾ പറയാതെ പറയുന്നു. കാത്തിരിക്കാം, ഓർമ്മകളോടുകൂടി പ്രാർത്ഥനയാക്കി മാറ്റാം. അവിടെ എന്റെ ജീവന്റെ ഉയർപ്പിനായി ക്രിസ്തു കടന്നു വരുമെന്നുള്ള ബോധ്യത്തോടുകൂടി ഇന്നേ ദിവസം നമുക്കായിരിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും.